ഇനി നമുക്ക് ആദ്യത്തെ ജോഡി നൗണുകൾ എങ്ങനെയാണ് സെൻറ്റൻസിൽ വരുന്നത് എന്ന് നോക്കാം. അതായത് ദി ഫയർ ഡിപ്പാർട്ട്മെൻറ്റ് ടോൾഡ് ദം ടു സ്റ്റേ ഇൻ ദെയർ ഷൂട്ട് എന്നാണോ ദി ഫയർ ഡിപ്പാർട്ട്മെൻറ്റ് ടോൾഡ് ദം ടു സ്റ്റേ ഇൻ ദെയർ സ്വീറ്റ് എന്നാണോ? ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതിൻ്റെ ഉച്ചാരണമാണ്. SUITE അതിൻ്റെ ഉച്ചാരണം സ്വീറ്റ് എന്നാണ് വായിക്കുക. നമ്മൾ മധുരം എന്ന് പറയുന്ന ആ സ്വീറ്റ് ഉണ്ട്, ഏകദേശം അതിനോട് സാമ്യമുള്ള ഉച്ചാരണമാണ് SUITE എന്ന വാക്കിൻ്റെ സ്വീറ്റ്. ഓക്കെ, അപ്പം ഇതിൽ ഏതാണ് ശരി? ഇപ്പം ഫയർ ഡിപ്പാർട്ട്മെൻറ്റ് ഇൻ ദെയർ ഷൂട്ട് എന്നാണോ സ്വീറ്റ് എന്നാണോ? ഇപ്പോൾ ഷൂട്ട് എല്ലാവർക്കും അറിയാം, അതൊരു ഡ്രസ്സാണ്. ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ ധരിക്കുന്ന ഒരു ഡ്രസ്സാണ്. ഇറ്റ്സ് എ പീസ് ഓഫ് ക്ലോത്തിങ് അല്ലേ? പക്ഷേ സ്വീറ്റ് എന്ന് പറഞ്ഞാലോ, സ്വീറ്റ് എന്ന് പറഞ്ഞാൽ അതൊരു എന്താ പറയുക, ഒരു അടിപൊളി അപ്പാർട്ട്മെൻറ്റ്, അടിപൊളി റൂം, ഒരു ഹോട്ടലിലോ ഒക്കെ ഉള്ള ഒരു അടിപൊളി നല്ലൊരു അപ്പാർട്ട്മെൻറ്റോ റൂമോ ഒക്കെയാണ് അല്ലേ? അപ്പോൾ ഇവിടെ ഇപ്പോൾ ഏതാണ് ശരിയാകാൻ സാധ്യത? ഓക്കെ, ദി ഫയർ ഡിപ്പാർട്ട്മെൻറ്റ് ടോൾഡ് ദം ടു സ്റ്റേ ഇൻ ദെയർ സ്വീറ്റാണ് അല്ലേ? സ്വീറ്റാണ് ശരി അല്ലേ? ഇപ്പോൾ സ്യൂട്ടിൽ നിൽക്കണമെന്ന് എന്തായാലും ഫയർ ഡിപ്പാർട്ട്മെൻറ്റ് പറയില്ലല്ലോ അല്ലേ? അപ്പോൾ ഇതിലെ കറക്റ്റായ ഉത്തരം സ്വീറ്റാണ്. നമുക്ക് വേറൊരു എക്സാമ്പിളും കൂടി നോക്കാം, അത് ജസ്റ്റ് ഒന്നും കൂടി ഒരു ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, യു ലുക്ക് അമേസിങ് ഇൻ ദാറ്റ് സൂട്ട് ഓർ യു ലുക്ക് അമേസിങ് ഇൻ ദാറ്റ് സ്വീറ്റ്. ഇതിലേതാണ് കറക്റ്റായി വരിക? എല്ലാവർക്കും അറിയാം, വളരെ ക്ലിയർ ആണ് അല്ലേ? അപ്പോൾ ഇതിൽ കറക്റ്റായിട്ടുള്ളത് സൂട്ടാണ് അല്ലേ? അപ്പം നിങ്ങൾ ആ സൂട്ടിൽ വളരെ ഉഷാറായിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് അല്ലേ? കോണ്ടൻറ്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കമൻറ്റൊക്കെ ഇട്ടോളൂ കേട്ടോ. പിന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക.